കേരളത്തിൽ സംഘപരിവാറിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്നും ലീഗാണെന്നും ഒക്കെ തെറ്റിദ്ധരിച്ച് നടക്കുന്നവർ ഈ പ്രതികരണം ഒന്ന് കേൾക്കണം. നിഷ്കളങ്കരായിട്ടുള്ളവരോട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അടിക്കുന്ന ഗീർവാണമാണല്ലോ, ഞങ്ങളാണ് ഫാസിസത്തെ എതിർക്കുന്നവർ. എങ്ങനെ? മുറിക്കകത്ത് കഥകടച്ച് മൗനമായിരുന്ന് ഫാസിസത്തെ ചെറുക്കുന്നവർ, ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാതെ ഫാസിസത്തെ ചെറുക്കുന്നവർ. ഇന്ത്യയിൽ സംഘപരിവാറുകാർക്ക് ശത്രുത മൂത്ത് ഒരടി പോലും കൊടുക്കാൻ തോന്നാത്തവരാണ് കേരളത്തിലെ ലീഗന്മാരും കോൺഗ്രസ്സുകാരും ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന കുറച്ച് വാചകങ്ങൾ കേട്ടാൽ കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്ത് ഫാസിസത്തെ എതിർക്കുന്നത് ഞങ്ങളാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എവിടെയെങ്കിലും സംഘപരിവാർ ഏറ്റുമുട്ടുന്നത് കേട്ടിട്ടുണ്ടോ? പിന്നെ 5-6 നേതാക്കന്മാരെ ഈടി വിട്ട് പേടിപ്പിക്കുന്നുണ്ട്. കാര്യം പലരും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഇഷ്ടം പോലെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് സംഘികൾക്കറിയാം. അത് പോയി ഈടിയെ വിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളോടൊപ്പം വന്ന നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്റെ പണവും പിടിച്ചെടുക്കും, നിന്നെ അകത്താക്കുമെന്ന് അവർ ഒരു ഭീഷണി മുഴക്കുമ്പോൾ പലരും പെട്ടിയെടുത്ത് സംഘപരിവാറിനോടൊപ്പം പോകാറാണുള്ളത്. അതിനെ ഞങ്ങളെ വേട്ടയാടുന്നേ എന്നുള്ള കഥയ്ക്കപ്പുറം യഥാർത്ഥത്തിൽ ആരെയാണ് രാജ്യത്ത് സംഘപരിവാർ പ്രഥമ രാഷ്ട്രീയ ശത്രുവായി കാണുന്നത്, അത് എന്തുകൊണ്ടെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. വളരെ അഗ്രസീവായിട്ടാണ് ബി.ജെ.പിയും എൻ.ഡി.എയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബി.ജെ.പി വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ശക്തമാക്കുക എന്നുള്ള മറ്റൊരു ഉത്തരവാദിത്വവും കൂടി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിക്കുണ്ട്. എപ്പോഴും CPM-ന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് രാജ്യത്ത് ബി.ജെ.പിക്കെതിരായിട്ട്. അതുകൊണ്ടാണ് ബി.ജെ.പി കമ്മ്യൂണിസ്റ്റുകളെ വലിയ ശത്രുക്കളായിട്ട് കാണുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ സാന്നിധ്യം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമായി ചുരുങ്ങിയിരിക്കുമ്പോഴും നമ്പർ 1 ശത്രുവായി ബി.ജെ.പി കാണുന്നത് CPM-നെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എപ്പോഴും മതേതര ജനാധിപത്യ ആശയം ഉയർത്തിക്കൊണ്ടൊരു പൊളിറ്റിക്കലായ ബദൽ ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് കാണാമല്ലോ, നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുവിറപ്പിച്ച സമരമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത്, അല്ലേ? ആ കർഷക സമരം 2024 ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താ? അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർഷകർ നരേന്ദ്രമോദിക്കെതിരായിട്ടും എൻ.ഡി.എ സർക്കാരിനെതിരായിട്ടും തിരിഞ്ഞത് 2024 വലിയ തിരിച്ചടിയായി. ആ കർഷക സമരത്തെ രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അതിനൊരു വലിയ സമരമാക്കി മാറ്റുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് CPM വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതാണോ? അതേപോലെ തന്നെ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രശ്നം, അല്ലേ? വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് CPM അല്ലേ? അവരൊരു ചെറിയ പാർട്ടി ആയിരിക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് ബി.ജെ.പി വളരെ അവരുടെ നമ്പർ 1 എനിമി കോൺഗ്രസിനെയാണ് അവർ പൊളിറ്റിക്കലി ഇലക്ട്രലി നേരിടുന്നതെങ്കിൽ പോലും ആശയപരമായി CPM-നെയും ഇടതുപക്ഷത്തെയും തന്നെയാണ് ബി.ജെ.പി എപ്പോഴും വലിയ ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദൽ, അതുപോലെ തന്നെ ഇടതുപക്ഷം മാത്രമല്ല മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുമായും ചേർന്നുകൊണ്ട് ബി.ജെ.പിക്കെതിരായ ഒരു ബദൽ തീർക്കുന്നതിന് എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പാർട്ടി CPM ആണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബേബിക്ക് വലിയൊരു ഉത്തരവാദിത്വം. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. അല്ലാതെ കോൺഗ്രസ്സുകാരെ ഒന്നും ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ട് സംഘപരിവാർ കണ്ടിട്ടില്ല. അവർക്ക് 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഹിന്ദുത്വ രാജ്യമാക്കണമെന്നതിന് കോൺഗ്രസ് ഒരു വെല്ലുവിളിയല്ല. അതിന് ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും കുറച്ച് ആൾക്കാരെ ഉള്ളൂ എങ്കിലും ഏറ്റവും കൂടുതൽ അപകടം വിതയ്ക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. അത് ഈ നാട്ടിൽ ഉണ്ണി ബാലകൃഷ്ണൻ പലപ്പോഴും കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കുമെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കോൺഗ്രസ്സുകാർ സംരക്ഷകരാകുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ ഇടതുപക്ഷത്തിനെതിരെ പല കള്ളക്കഥകൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതിനപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്നും കേരളത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് ഇടതുപക്ഷത്തെ നശിപ്പിക്കേണ്ടത് ഈ നാട്ടിൽ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതും സംഘപരിവാറാണ്. അതുകൊണ്ട് സംഘപരിവാറുകാർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് വേട്ടയാടുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഭരണകൂടമോ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. അത് മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഉള്ളിലുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ അത് തുറന്നു പറയുന്നതാണ്.